പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 19 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസും ഡിസ്പെൻസറിയും ഉദ്ഘാടനം ചെയ്തു. NCC കേഡറ്റ്സ് ഇന്നലെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി. PSLV C-61 ഇന്നലെയായിരുന്നു ഇതിന്റെ വിക്ഷേപണം. അതിൽ പരാജയപ്പെട്ടു. കാർലോസ് അൽക്കറാസ് ഇറ്റാലിയൻ ഓപ്പൺ കരസ്ഥമാക്കി. ഇതേപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്കിന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ മറൈൻ ആംബുലൻസ് ആൻഡ് ഡിസ്പെൻസറി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസും ഡിസ്പെൻസറിയും ഇത് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസും ഡിസ്പെൻസറിയും 2025 മെയ് 18 ആരംഭിച്ച കേരളത്തിലെ ഏത് പഞ്ചായത്താണ്? കൊച്ചിക്കടുത്തുള്ള കടമക്കുടി പഞ്ചായത്ത്. കൊച്ചി നഗരത്തിനടുത്തുള്ള ഒരു പഞ്ചായത്ത് ആണ് കടമക്കുടി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മറൈൻ ആംബുലൻസും ഡിസ്പെൻസറിയും ഇത് ആരംഭിച്ചിട്ടുള്ളത്. കടമക്കുടി പഞ്ചായത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 14 ദ്വീപും 13 വാർഡുകളും. ഒരു ചെറിയൊരു ദ്വീപ് സമൂഹമാണ് കടമക്കുടി പഞ്ചായത്ത്. ഇതിൽ 13 വാർഡ് ആണുള്ളത്. അതുപോലെ തന്നെ ഏതാണ്ട് 17,000-ഓളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കൊച്ചിക്കടുത്താണ് കടമക്കുടി പഞ്ചായത്ത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ആണ് കടമക്കുടി പഞ്ചായത്ത്. നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ ഓരോ ദിവസം വരുന്നത്. കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകൾ. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്ത് ആണുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് NCC കേഡറ്റ്സ് ആവറേജ് ഏജ് 18, സ്കെയിൽ എവറസ്റ്റ് ആൻഡ് ഹോഴ്സ് 3 കളർ. NCC കേഡറ്റുകൾ ശരാശരി പ്രായം 19, എവറസ്റ്റ് കീഴടക്കുക, ത്രിവർണ്ണ പതാക ഉയർത്തുക. ഇന്നലെയായിരുന്നു എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത് NCC. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക്. 2025 മെയ് 18 എവറസ്റ്റ് കൊടുമുടി 8848 മീറ്റർ കീഴടക്കിയ നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ ശരാശരി പ്രായം എത്രയായിരുന്നു? 19 വയസ്സ്. NCC കാഡറ്റ്സിന്റെ ഒരു ടീം ആണ് ഇന്നലെ മെയ് 18 എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. 8848 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ആണ് ഇന്നലെ NCC നാഷണൽ കാഡറ്റ് കോർപ്സ് കീഴടക്കിയിട്ടുള്ളത്. 2025 മെയ് 18 എത്ര നാഷണൽ കാഡറ്റ് കോർപ്സ് അംഗങ്ങൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി? 10 NCC കാഡറ്റുകൾ. 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. 5 ആൺകുട്ടികൾ 5 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു ടീം ആയിരുന്നു ഇന്നലെ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. ഇവരുടെ ആവറേജ് ഏജ് ആയിരുന്നു 19. 2025 മെയ് 18 NCC എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് എവറസ്റ്റിന് മുമ്പുള്ള പരിവേഷണവുമായി ഏത് പർവ്വതമാണ് കയറിയത്? മൗണ്ട് അബിഗാമിൻ. മൗണ്ട് അബിഗാമിൻ എന്നൊരു പർവ്വതമാണ് NCC, അതായത് എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെഡിഷൻ. 15 അംഗ ടീം ആയിരുന്നു ഈ ഒരു എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ 10 പേര് മാത്രമേ NCC മൗണ്ട് എവറസ്റ്റിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്തുള്ളൂ. ഇതനുസരിച്ച് 10 പേരാണ്. അതിൽ 5 ബോയ്സ് 5 ഗേൾസ് അടങ്ങുന്ന ഒരു ടീം ആണ് NCCയുടെ കഴിഞ്ഞ ദിവസം മെയ് 18 എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. 8848 മീറ്റർ ഉയരമാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് അബിഗാമിൻ ആണെങ്കിൽ ഉത്തരാഖണ്ഡിലുള്ള ഒരു പർവ്വതമാണ്. ഇതിൻ്റെ ഉയരമെന്ന് പറയുമ്പോൾ 7355 മീറ്റർ ആണ്. നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ്. NCCയുടെ ഇപ്പോഴത്തെ ദ ഹയസ്റ്റ് പോസ്റ്റ് അത് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നു. ഡയറക്ടർ ജനറൽ ആയിട്ട് ഇപ്പോൾ NCCയിൽ ഉള്ളത് ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് ആണ്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന 2ാമത്തെ റാങ്ക് ആണ് ലഫ്റ്റനന്റ് ജനറൽ. ഇപ്പോഴത്തെ NCC ഡയറക്ടർ ജനറൽ ആണ് ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് PSLV C-61 ഫെയിൽ ഇൻ ഇറ്റ്സ് മിഷൻ. PSLV C-61 അതിൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. ഇന്നലെയായിരുന്നു PSLVയുടെ വിക്ഷേപണം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 18 EOS-09 ഉപഗ്രഹവുമായി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഏത് ഘട്ടത്തിലാണ് പരാജയപ്പെട്ടത്? 3ാം ഘട്ടം. ഇന്നലെയായിരുന്നു EOS, അതായത് എർത്ത് ഒബ്സർവർ സാറ്റലൈറ്റ് 9 PSLV C-61 അതിൻ്റെ ലോഞ്ചിങ്. എന്നാൽ ഇത് 3ാമത്തെ ഘട്ടത്തിൽ വെച്ച് അത് പരാജയപ്പെട്ടു. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് എത്ര ഘട്ടങ്ങളുണ്ട്? 4 ഘട്ടങ്ങൾ.
4 സ്റ്റേജിലുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ് PSLV C61. ഇതിലെ മൂന്നാമത്തെ ആ സ്റ്റേജിൽ വെച്ചാണ് PSLV പരാജയപ്പെട്ടിട്ടുള്ളത്. ഇന്നലെയായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ്. ISRO 101ാമത്തെ വിക്ഷേപണത്തിൽ ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? EOS-09. ISROന്റെ 101ാമത്തെ ലോഞ്ച് ആയിരുന്നു ഇന്നലെ മെയ് 18. ഈ ഒരു ദിവസമാണ് ISROന്റെ ആ ലോഞ്ചിങ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിലും മൂന്നാമത്തെ സ്റ്റേജിൽ വെച്ച് ISROന്റെ ആ ഒരു വിക്ഷേപണം ഫെയിൽ ആയി. ടെക്നിക്കൽ എറർ ആണ് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് ആ ഒരു മിഷൻ അവിടെ വെച്ച് ഫെയിൽ ആയിപ്പോയി. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ISROന്റെ ചെയർമാൻ, ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ആണ് ഡോക്ടർ വി നാരായണൻ. ISROന്റെ ഹെഡ് ഓഫീസ് ആണ്, ഹെഡ് ക്വാർട്ടർ ആണ് ബാംഗ്ലൂർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രജ്ഞാനന്ദ ക്ലിഞ്ചസ് ഫസ്റ്റ് ഗ്രാൻഡ് ചെസ് ടൂർ ടൈറ്റിൽ അറ്റ് സൂപ്പർ ബെറ്റ് ക്ലാസിക്. സൂപ്പർ ബെറ്റ് ക്ലാസിക്കിൽ പ്രജ്ഞാനന്ദ ആദ്യ ചെസ് ടൂർ കിരീടം നേടി. ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്തയാണ്. അതായത് പ്രജ്ഞാനന്ദ ദ ഫസ്റ്റ് ഗ്രാൻഡ് ചെസ് ടൂർ ടൈറ്റിൽ കരസ്ഥമാക്കിയ കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റൊമാനിയയിൽ നടന്ന സൂപ്പർ ബെറ്റ് ക്ലാസിക് 2025 നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ പേര് രമേഷ് ബാബു പ്രജ്ഞാനന്ദ. 2025 സൂപ്പർ ബെറ്റ് ക്ലാസിക് ഈ മത്സരം നടന്നിട്ടുള്ളത് റൊമാനിയയിൽ വെച്ചാണ്. റൊമാനിയൻ രാജ്യത്ത് നടന്നിട്ടുള്ള ഈ ഒരു മത്സരത്തിലാണ് രമേഷ് ബാബു പ്രജ്ഞാനന്ദ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. റൊമാനിയ എന്ന രാജ്യം ഇത് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ബുച്ചാറസ്റ്റ്. ഇത് ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് റൊമാനിയൻ. രമേഷ് ബാബു പ്രജ്ഞാനന്ദയുടെ ആദ്യത്തെ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് കിരീടവും റൊമാനിയയിൽ അദ്ദേഹം നേടിയ ആദ്യത്തെ ഗ്രാൻഡ് ചെസ് കിരീടവും ഏതാണ്? സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് റൊമാനിയ 2025. രമേഷ് ബാബു പ്രജ്ഞാനന്ദയുടെ ആദ്യത്തെ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ്, അതോടൊപ്പം തന്നെ റൊമാനിയ എന്ന രാജ്യത്ത് നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രാൻഡ് ചെസ് കിരീടവും ആണ് സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് റൊമാനിയ 2025. ഏതാണ്ട് 66 ലക്ഷം രൂപയാണ് ഈ ചെസ് ടൂർണമെന്റിന്റെ പ്രൈസ് മണി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് അൽക്കറാസ് ടു വിൻ ഹീസ് ഫസ്റ്റ് ഇറ്റാലിയൻ ഓപ്പൺ. ആദ്യമായി ഇറ്റാലിയൻ ഓപ്പൺ നേടിയ അൽക്കറാസ്. ഇന്ന് ലോകത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് കാർലോസ് അൽക്കറാസ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇറ്റാലിയൻ ഓപ്പൺ ആണത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജാനിക് സിന്നറെ പരാജയപ്പെടുത്തി ഇറ്റാലിയൻ ഓപ്പൺ 2025 നേടിയത് ആരാണ്? കാർലോസ് അൽക്കറാസ്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്. ഇത് നടന്നിട്ടുള്ളത് ഇറ്റലിയിലാണ്. ഇന്ന് ലോകത്തിന് ഏറ്റവും അറിയപ്പെടുന്ന പ്രൊഫഷണൽ താരമായിട്ടുള്ള ജാനിക് സിന്നറെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാർലോസ് അൽക്കറാസ് ഇറ്റാലിയൻ ഓപ്പൺ മെൻസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് എവിടെയാണ് നടന്നത്? ഫൊറോ ഇറ്റാലിക്കോ. ഇറ്റലിയിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഫൊറോ ഇറ്റാലിക്കോ. ഇവിടെ വെച്ചാണ് ഇറ്റാലിയൻ ഓപ്പൺ നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിലാണ് ആ ഒരു കിരീടം കരസ്ഥമാക്കിയത് കാർലോസ് അൽക്കറാസ്. സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കറാസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ക്രൗൺ സാഫ് അണ്ടർ 19 ചാമ്പ്യൻസ്. ഇന്ത്യ സാഫ് അണ്ടർ 19 ചാമ്പ്യനായി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 18 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മെയ് 18 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. 6 ടീം അടങ്ങുന്ന ഒരു മത്സരമായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. ഇതിലാണ് ഇന്ത്യ മെയ് 18 നടന്നിട്ടുള്ള മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്. അരുണാചൽ പ്രദേശിലെ UPIയിലുള്ള ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ആയിട്ടുള്ള ഫൈനൽ മത്സരത്തിലാണ് അരുണാചൽ പ്രദേശിലെ ഒരു പ്രദേശമായിട്ടുള്ള UPI എന്ന സ്ഥലം, അവിടെ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ. ഇന്ത്യയുടെ അണ്ടർ 19 ഫുട്ബോൾ ക്യാപ്റ്റൻ ആരാണ്? സിംഗമയം ഷാമി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അണ്ടർ 19 ഫുട്ബോൾ ക്യാപ്റ്റൻ ആണ് സിംഗമയം ഷാമി. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളേജ് ആയിട്ട് 18ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് മാറുകയും ചെയ്യും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.